Hello everyone, welcome back to Ash Unfiltered. വെൽക്കം ടു ജയ്പൂർ സീരീസ് പാർട്ട് 2. അങ്ങനെ നമ്മൾ ജയ്പൂർ എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ നമ്മളുടെ ക്യാബ് ഡ്രൈവർ നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ആൻഡ് വി ആർ ഹെഡിങ് ടു ദ റൂം. ഹേ ഗൈസ്, സോ ഫൈനലി നമ്മൾ ജയ്പൂർ എത്തി. ആൻഡ് നമ്മൾ ആ ഹോട്ടലിൽ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിനി ഡ്രസ്സ് മാറാനായിട്ടാ പോകുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 8:30 ആയിട്ടുണ്ട്. സോ യെസ്, ജയ്പൂർ നമ്മളിവിടെ ജയ്പൂരിൽ ഹോട്ടൽ അമൈറയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കാണാമെന്ന് തോന്നുന്നു. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സോ വിൽ സി ആഫ്റ്റർ ദാറ്റ്. നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് ഇവിടുത്തെ പാൻട്രി പോലെയുള്ളൊരു ഏരിയയിൽ വെയിറ്റ് ചെയ്യാണ്. സോ നമുക്കൊരു ഡ്രിങ്ക്സ് ആദ്യം ഒരു തന്നിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഐ തിങ്ക് പൈനാപ്പിൾ മോക്ടെയിലോ അങ്ങനെ എന്തോ ഫ്ലേവറുള്ളൊരു സാധനം. ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ അത്രേ ഉള്ളൂ. ഇതിന് തോന്നി വരുന്ന ഫുഡ് എന്താണെന്ന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോയി. നമ്മൾ റൂമിലിപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ജസ്റ്റ് വേഗം ഫ്രഷായി വേഗം പോവുക. കൂടുതലൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ലേറ്റാണ്. ഇന്നലെ ഗുജറാത്തിൽ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിന്നേ ഉള്ളൂ. ബട്ട് വി ക്യാൻ മാനേജ്. എല്ലാ പ്ലേസും കവർ ചെയ്യുന്ന പോലെ തന്നെ പോകാൻ പറ്റും. സോ പെട്ടെന്നൊരു റൂം ടൂർ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ആദ്യം വന്നത്. ഒരു ഡ്രിങ്ക് വന്നു, പിന്നെ വാട്ടർമെലൺ, പപ്പായ, പൈനാപ്പിൾ ഒക്കെ ആയിട്ട് കട്ട് ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹേ ഗൈസ്, കൊതിയിൽ ഞങ്ങൾ പകുതി കഴിച്ചു പോയി. ഹി ഈസ് ഈറ്റിംഗ് ആലു പൊറോട്ട ആൻഡ് ഐ എം ഈറ്റിംഗ് പനീർ പൊറോട്ട. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നല്ലതാണ്. സോറി, തിരിച്ചു പിടിക്കട്ടെ. അപ്പം ഞാൻ ശരിക്കും ഒരു രാജസ്ഥാനി ഗേളായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടായ ആംബർ ഫോർട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആൻഡ് ഈ ആംബർ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പന്ന മീനാക്ക ഖുണ്ട് എന്ന് പറയുന്ന ഒരു സ്പോട്ട്. നമ്മുടെ കൂടെ വന്ന ഗൈഡ് ചേട്ടൻ പറഞ്ഞു തന്നാണ് ഈ പന്ന മീനാക്ക ഖുണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റെപ്പ് വെല്ലാണ്. അതായത് വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെല്ലാണ്. ഇത് ബൂന്തി എന്ന് പറയുന്ന സ്ഥലത്ത് 1700 ആ കാലഘട്ടത്തിൽ റാണി പന്നാമീന എന്ന് പറയുന്ന രാജ്ഞി അവിടുത്തെ പ്രദേശവാസികൾക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് വെല്ല് കെട്ടിക്കൊടുത്തതാണ് ഈ പന്നാമീനാക്ക കുണ്ട് എന്ന് പറയുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫിക് സ്പോട്ട് കൂടെയാണ്. സോ ദിസ് ഇസ് ദ ഗ്രേറ്റ് ആംബർ ഫോർട്ട്. ആൻഡ് ഇതിനറിയപ്പെടുന്നത് ക്രൗൺ ഓഫ് ദ പിങ്ക് സിറ്റി എന്നാണ്. ജയ്പൂരിൻ്റെ കിരീടം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് റെഡ് സാൻഡ് സ്റ്റോൺ പ്ലസ് വൈറ്റ് മാർബിൾ കൊണ്ടാണ്. ആൻഡ് ഹിന്ദു ആൻഡ് മുഗൾ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർട്ടാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തൊട്ട് കുറേ ചേട്ടന്മാർ നല്ല രാജസ്ഥാനി കൊടകളും തലപ്പാവും ഒക്കെ വിൽക്കാനായിട്ട് നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു. 350 തൊട്ട് തുടങ്ങിയത് ലാസ്റ്റ് ഒരു 50 റുപ്പീസിന് തരാമെന്ന് പറഞ്ഞു. നമ്മളൊരു കുട എന്നിട്ട് വാങ്ങിച്ചു. പക്ഷെ ഉള്ളിൽ പോയി 2 ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സാധനം കാണാതെ. പിന്നെ ഈ കാണുന്ന ഒരു സിന്ധി രാജസ്ഥാനി ഫോക്ക് രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഈ പുള്ളി വായിക്കുന്നത്. ഇങ്ങനത്തെ കുറേ പേര് ആംബർ ഫോർട്ടിൻ്റെയും സിറ്റി പാലസിൻ്റെ ഒക്കെ ഭാഗങ്ങളിലായിട്ടിരുന്ന് വായിക്കുന്നത് കാണാം. ഹിസ്റ്ററിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ജയ്പൂറുകാർക്ക് ഇത് ശരിക്കും. അപ്പോൾ നമ്മൾ കുറേയൊക്കെ നടന്ന് കണ്ട് കുറച്ച് പട്ടിഷോ ഇറക്കി കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് റീൽസിനൊക്കെ ഇടാനായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എൻ്റെ ഭർത്താവ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ കറങ്ങി കൊണ്ടാ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല, എന്നാലും പട്ടിഷോയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങനെ ആംബർ ഫോർട്ട് മൊത്തം കണ്ടു തീർത്തു.
ആൻഡ് അതിൻ്റെ കോർട്ട്യാർഡിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 360 അങ്ങ് കറങ്ങി മൊത്തം അങ്ങ് കാണാൻ വേണ്ടി. സോ ദിസ് ഇസ് ഡെസ്റ്റിനേഷൻ നമ്പർ 2, നർഹക് ഫോർട്ട്. ഈ സ്പോട്ട് ആക്ച്വലി കുറേ ബോളിവുഡ് മൂവീസിലുള്ള ഒരു മെയിൻ സ്പോട്ടാണ്. ഫോർ എക്സാമ്പിൾ ബൂൽബുലയ്യ, പിന്നെ റംഗ് ദേ ബസന്തി, ശുദ്ധ ദേശി റൊമാൻസ്, ജോധാ അക്ബർ, അങ്ങനെ കുറേ മൂവീസിൽ ഈ സ്പോട്ട് ഉണ്ട്. ഇത് രാജസ്ഥാൻ്റെ ഒരു മെയിൻ എൻ്റർടൈൻമെൻ്റ് ആണ്, പപ്പറ്റ് ഷോ. പപ്പറ്റിനെ അവർ കട്ട്പുത്ലി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോ എവിടെ പോയാലും അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർട്ടായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് നിർമ്മിച്ചത് മഹാരാജ സവായ് ജയസിംഗ് 2 ആണ്. സോ അദ്ദേഹത്തിന് 9 ഭാര്യമാരുണ്ടായിരുന്നു. ആൻഡ് ഈ 9 ഭാര്യമാർക്കും വേണ്ടി പുള്ളി സെപ്പറേറ്റ് റൂംസ് ഇവിടെ പണിതിട്ടുണ്ട്. സോ ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ നർഹക് ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ഓൾമോസ്റ്റ് ജയ്പൂർ സിറ്റിയുടെ ഫുൾ ഒരു പനോരമിക് വ്യൂ തന്നെ നമുക്കിതിൽ കാണാം. സോ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഭംഗി തോന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് റിയലി ഓവർവെൽമിങ് ടു സീ ദിസ്. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. സീ ദിസ് ഈസ് ദ വ്യൂ ഫ്രം ദ റൂഫ് ടോപ്പ് സീറ്റിംഗ് ഓഫ് നർഹക് ഫോർട്ട്. രക്ഷയില്ലാത്ത, ഇത് ഫോണിൽ കാണുമ്പോൾ നമുക്ക് അത്ര അതിൻ്റെ വ്യൂവിൻ്റെ ഭംഗി നമുക്ക് അറിയുന്നില്ല, പക്ഷേ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ജൽമഹലാണ്. ഈ ജൽമഹൽ ആക്ച്വലി ഒരു 5 സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ 4 ഫ്ലോർസും ഫുൾ ടൈം വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും. എപ്പോഴും ഒരു ഫ്ലോറേ കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ബോട്ട് വഴി അതിൻ്റെ അടുത്ത് വരെ പോകാമെന്നല്ലാതെ ഉള്ളിലേക്ക് കയറാൻ ഇപ്പോൾ അനുവാദമില്ല. സോ ഇന്നത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ആൻഡ് വി ആർ ഹെഡിങ് ബാക്ക് ടു അവർ റൂം. ഹേ ഗൈസ്, നമ്മൾ റൂമിലെത്തി. ഞങ്ങൾക്കിനി പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ആരോഗ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് ഹോട്ടലിലേക്ക് വരുത്തിയിട്ടുണ്ട് ഫുഡ്. ആൻഡ് വിൽ ഷോ ദ മെനു. ഈ ദിവസം അത്യാവശ്യം ഹെക്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് ഡിന്നർ വരുത്താമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നോർത്തേൺ സ്റ്റൈലിലുള്ള ഒരു ഫ്രൈഡ് റൈസ്, ഐ തിങ്ക് ഇറ്റ്സ് എ ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, ആൻഡ് ഓൾസോ കബാബ് ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് മൈ ഹസ്ബൻഡ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് അവർ ഫസ്റ്റ് ഡേ ഇൻ ജയ്പൂർ. ഇനി സെക്കൻഡ് ഡേയും കൂടെ കാണിച്ചു തരാം. തേർഡ് ഡേയിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് സെക്കൻഡ് ഡേയോട് കൂടി നമുക്ക് നിർത്താം. ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം വീണ്ടും കാണാം.